Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ തമ്മിലും കാരണം കണ്ടായിരിക്കും നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്ന നമ്മുടെ സാംസങ് S23 അൾട്ര നിങ്ങൾ വാങ്ങിക്കണോ വാങ്ങിക്കേണ്ടതാണ്. ആക്ച്വലി നമ്മുടെ ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ദീപാവലി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിൽ ഇതിൻ്റെ സെയിൽസും ഓഫറും നമുക്ക് കഴിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ആമസോണിൻ്റെ കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആമസോൺ നമ്മുടെ ഈ ദിവാലി സെയിൽസ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് അവർ ഈ സെയിൽസ് നിർത്തും. നമ്മുടെ S23 അൾട്രയുടെ കാര്യം ഞാൻ പറഞ്ഞേട്ടാ. അല്ലെങ്കിൽ അത് നോർമലി ഇത് പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇപ്പോൾ എത്ര പ്രൈസ് എന്ന് അറിയാലോ. എന്താ വെച്ചാൽ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓർഡർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് മുമ്പ് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനിത് യൂസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 7 ദിവസം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 19-ാം തീയതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 31 ആയല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴും ആക്ച്വലി 3 കളറും സെയിൽസിനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും ഇപ്പോഴും സെയിൽസിന് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ നോർമലി 3-ാം തീയതി കാണിക്കുന്നത്, നവംബർ 3-ാം തീയതി, അതായത് 4 ദിവസം. ഇപ്പോൾ കുറച്ച് ഡെലിവറി ഡേറ്റിൻ്റെ ടൈം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊക്കെ എടുത്ത് ആക്ച്വലി 5 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ പ്രൈം മെമ്പറാണ്, എന്നിട്ട് പോലും എനിക്ക് 5 ദിവസം സാധനം എടുത്തു. എന്നുവെച്ചാൽ നോർമലി ഇത്ര ടൈമൊന്നും എടുക്കാറില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഷവമി 14 ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് അടുത്ത ദിവസം തന്നെ കിട്ടി. 1 ഡേ ഡെലിവറി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കാണിക്കുന്ന അന്ന് 7 ദിവസമൊക്കെ ആയിരുന്നു, പക്ഷേ 5 ദിവസത്തിൽ നമുക്ക് ആ സാധനം കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇത് എടുക്കാൻ 2024 ഈ സാധനം എടുക്കണോ, അതിൻ്റെ പ്രോബ്ലംസ് എന്താ സംഭവങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഞാൻ ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ S25 അൾട്ര നമ്മുടെ ഈ നമ്മുടെ അടുത്ത കൊല്ലം ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും സ്നാപ്ഡ്രാഗൺ നമ്മുടെ സ്നാപ്ഡ്രാഗൺ എലൈറ്റ് വെച്ചിട്ടാണ് പ്രൊസസർ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലൈറ്റിൻ്റെ പെർഫോമൻസ് സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. നമ്മുടെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് പ്രൊസസറിനൊക്കെ അടിച്ച് കയറി വിടുന്നുണ്ട്. അപ്പം 30 lakh ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ സ്കോർ, ആയിട്ട് സ്കോറൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ Gen 2 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു റീച്ചസ് 2 lakh ഒക്കെ ആയിരുന്നു, 20 lakh ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിളിൻ്റെ റേഞ്ചൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഷോമി 14 പറയുമ്പോഴാണെങ്കിൽ ഇതിൽ Gen 3 ആണ്. അപ്പോൾ ഇതിൻ്റെയാണ് ആക്ച്വലി ഓൾമോസ്റ്റ് നമുക്ക് 20 lakh വരുന്നത്. ഇതിന് ഓൾമോസ്റ്റ് 20 lakhൻ്റെ താഴെ വരുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഓൾമോസ്റ്റ് ഒരു 10 lakhൻ്റെ, എപ്പോഴും 1 എന്ന് പറഞ്ഞത് 1 lakhൻ്റെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും നോർമലി ഈ ഒരു പുതിയ ജനറേഷൻ പ്രൊസസർ ഇറങ്ങുമ്പോൾ ഇത്രയ്ക്കും ഒരു പെർഫോമൻസ് മുറുപുറു വരാറില്ല. അപ്പോൾ ആക്ച്വലി നമ്മുടെ സ്നാപ്ഡ്രാഗൺ X എന്ന് പറഞ്ഞ സാധനം ഒരു കിടിലൻ പെർഫോമൻസ് ബീസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ 25 അൾട്രയിൽ വരാൻ പോകുന്നത്. അതല്ലാണ്ട് നമുക്ക് ക്യാമറേൻ്റെ ലെൻസും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. അപ്പോൾ S23 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ ഡിഫറൻസ് വരിക. പക്ഷേ മേജർലി നോക്കിക്കഴിഞ്ഞാൽ ഒരു 97% സെയിം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരു കേസ്, ഇപ്പോൾ ഞാൻ കേസ് ഇട്ടു, ഈ കേസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കർവ് സ്ക്രീൻ ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീൻ ആണോ എന്നൊക്കെ ഒരു 90%, 90ൻ്റെ മുകളിൽ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഈ അറ്റത്തൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതും നമ്മുടെ നോർമൽ സ്പീക്കറിൻ്റെ കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെയൊക്കെ കവറിങ് വരും. അപ്പോൾ അവിടെ ഒന്നും അറിയില്ല ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ കേസ് ഇട്ടാണ് ഈ സാധനം ഉപയോഗിക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ S25 അൾട്ര വാങ്ങിച്ചാലും S24 അൾട്ര വാങ്ങിച്ചാലും S23 അൾട്ര വാങ്ങിച്ചാലും ഇത് നോർമലി ഇങ്ങനത്തെ പ്രൈസി ഫോണൊക്കെ മിക്ക ആൾക്കാരും ഷോ ഓഫിനാണല്ലോ വാങ്ങിക്കുന്നത്. മെജോറിറ്റി ആൾക്കാരും ഷോ ഓഫിനാണല്ലോ വാങ്ങിക്കുന്നത്. അല്ലാണ്ട് ഈ സാധനം കൊണ്ട് കുറേ ഉപയോഗമുണ്ട്. ഞാൻ പറയാം, ഞാൻ ആക്ച്വലി ഇത് വാങ്ങിക്കുന്നത് എൻ്റെ സെക്കൻഡറി ഡിവൈസാണ്. ഞാൻ ആക്ച്വലി S23 ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ വിറ്റുവിട്ടത്. അപ്പോൾ എൻ്റെ പ്രൈമറി സാധനം iPhone 15 തന്നെയാണ്. എന്താ വെച്ചാൽ എൻ്റെ ഇപ്പോൾ വാച്ചും സംഭവങ്ങളും അതുപോലെ തന്നെ മാക്ബുക്ക് സംഭവമൊക്കെ ഈ സാധനമാണ്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡറി ആയിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ആക്ച്വലി പ്രൈമറി ആക്കിയാണ്. അതുപോലെ തന്നെ ഷവമി 14 കിട്ടുന്നതാണ്. അപ്പോൾ ക്യാമറ പെർഫോമൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ടെണ്ണം നമ്മുടെ iPhone 15 ആവട്ടൊക്കെ ഭയങ്കര പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ വീഡിയോന് മാത്രം ചെറിയൊരു ഗുണം നമുക്ക് ആക്ച്വലി പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷനിൽ ഐഫോണിന് വരുന്നുണ്ട്. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര ഹെഡാണ്. ഇത് മാത്രമല്ല ഷവമി 14 കിട്ടാം. അപ്പോൾ ഷവമി 14 കാര്യം പറഞ്ഞപ്പോൾ ഷവമി 15 ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട് ഫെബ്രുവരിയിൽ. അതിലും നമുക്ക് സ്നാപ്ഡ്രാഗൺ X വെച്ചിട്ട് തന്നെ വരാൻ പോകുന്നു. ഡിസൈനൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞ സെയിം സംഭവം വരും. അപ്പോൾ ഇത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ആക്ച്വലി 2-3 കൊല്ലത്തേക്ക് പുതിയ സാധനം വന്നാലും നിങ്ങൾക്ക് നമ്മുടെ അറിയാലോ iPhone 12, 13 തൊട്ട് ഒരേ ഡിസൈൻ തന്നെയായിരുന്നല്ലോ കുറേ കാലം. ഇപ്പോഴാണല്ലോ അത് എടുത്തിട്ട് നമ്മുടെ 11 പോലെ ആക്കിയത്. അപ്പോൾ ഡിസൈൻ ചേഞ്ചസ് കണ്ടിട്ട് നോർമലി ലേറ്റസ്റ്റ് ഡിവൈസാണെന്ന് കാണിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഒരു ഇഷ്യൂ ആയിട്ട് എന്തായാലും വരില്ല. അതല്ലാണ്ട് നിങ്ങൾക്ക് ആക്ച്വലി എനിക്ക് എൻ്റെ S Pen ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് പർപ്പസുകൾക്ക്, നോട്ട്സ് ടേക്കിംഗ് പർപ്പസുകൾക്ക് അങ്ങനെയൊക്കെ ഒരു നോക്കിയിട്ട് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിനെ വേണമെങ്കിൽ ഫാബ്ലെറ്റ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതാണ് സാധനം. അത് ഒരു കോണിനൊക്കെ വേണം, ചിലർക്ക് കോണായിരിക്കും, ചിലർക്ക് പ്രോസ് ആയിരിക്കും, ചിലർക്ക് നല്ല വലിയ ഡിസ്പ്ലേ വേണമെന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആക്ച്വലി ഒരു മിനി ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ S9 ടാബ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് S Pen വരുന്നത് നിങ്ങൾ കണ്ടായിരിക്കും മുമ്പ് അതിൻ്റെ.
അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി അത് കൊണ്ടുനടക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ഈ സാധനമാണെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടാബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം കൊണ്ടുനടക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾക്ക് നോട്ട് ടേക്കിങ്ങിനായാലും ഇപ്പോൾ കോളേജ് പർപ്പസ് ആയാലും ഇപ്പോൾ നിങ്ങൾ വേറെ എന്ത് പർപ്പസ് ആയാലും ഈ ബിസിനസ് പർപ്പസ് ആയാലും ഈ സാധനം നമുക്ക് ആക്ച്വലി ഈ സാധനം എടുത്താൽ തന്നെ നമുക്ക് ഒരു സാധനം വരും കണ്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിൻ്റെ എല്ലാ സംഭവങ്ങളും വരും കണ്ടോ. അഥവാ ഇത് മാത്രമല്ല, നമുക്കിതിൽ ഞാൻ മുമ്പത്തെ നമ്മുടെ പുതിയ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു, 3ാമത്തെ ചാനൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ആക്ച്വലി നമുക്കിപ്പോൾ സ്കെച്ച് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ, ഏത് ഫോട്ടോ എടുക്കുക, ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ ഒരു ഇതായിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടോ, ഇതിപ്പോൾ ഒരു ആകാശത്തിൻ്റെയാണ്, ഇത് കാക്കനാട് ഞാൻ ഹോട്ടലിൽ നിന്ന് മുകളിൽ എടുത്താൽ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ AI ഫീച്ചറാണ്. അപ്പോൾ ഈ AI അവിടെ അമർത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കെച്ച് ടു ഇമേജ് എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു പ്ലെയിൻ വരയ്ക്കാം. വരച്ച പ്ലെയിൻ ആകുമോ എന്ന് എനിക്കറിയില്ല, നോക്കി നോക്കാം എന്തായാലും. ഇത് പ്ലെയിനായിട്ട് എടുക്കുമോ അതോ AI ആക്ച്വലി ഇതിനെ എന്താ പറയുക കിളിയായിട്ട് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതനുസരിച്ചായിരിക്കും വരിക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇമേജ്, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇതും ഒരു ബട്ടണും ഉണ്ട്. ആ ബട്ടൺ അമർത്തി പിടിച്ചാൽ നിങ്ങൾക്ക് ഇത് വരച്ചത് റൈസും ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും, ചെറിയൊരു പടം വരച്ചിട്ടുണ്ട് എയ്റോപ്ലെയിൻ്റെ പോലെ. അപ്പോൾ ഞാൻ ഇത് ജനറേറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഔട്ട്കം കാണിച്ചു തരാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി. നമുക്ക് നമ്മൾ പണ്ട് സാംസങ്ങിൻ്റെ നോട്ട് സീരീസ് വാങ്ങിക്കാറില്ലേ, അത് ആക്ച്വലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണല്ലോ ഒരു അൾട്രാ സീരീസ് ഇറക്കിയത്. അപ്പോൾ ആ സാധനം കണ്ടോ, എയ്റോപ്ലെയിൻ്റെ പിക്ചർ അവർ ഉണ്ടാക്കി കണ്ടോ. ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അത് നമുക്ക് ഒരു പിക്ചർ മാത്രമല്ല കുറേ എണ്ണം കാണിക്കുന്നുണ്ടോ. നല്ല ഒറിജിനാലിറ്റി ശരിക്കും കാണുന്നത് നമുക്ക് മനസ്സിലാവേയില്ല. അത്യാവശ്യം നല്ല ഇംപ്ലിമെൻറ്റേഷൻ്റെ AI വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ നോർമൽ S23 ഈ ഫീച്ചർ കിട്ടില്ല. ഇത് ഈ S Pen ഉള്ള കാരണം കിട്ടിക്കുന്ന ഫീച്ചറാണ്. എന്ന് വെച്ചാൽ അവർ നമ്മുടെ എന്താ പറയുക ഫോൾഡിൻ്റെ 6 സീരീസ് വന്നില്ലേ, അതിപ്പോഴാണ് ഈ സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ടാബിന് കാര്യം പറയണമെങ്കിൽ S9 FEയിലൊന്നും കിട്ടില്ല, S9 സീരീസിൽ കിട്ടും, FEയിൽ കിട്ടില്ല. അതുപോലെ തന്നെ ക്യാമറ ആയാലും ഇപ്പോൾ ഞാൻ ക്യാമറ ഒരു ഇതിന് നമുക്കിത് റിമോട്ടായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ക്യാമറയിൽ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ക്യാമറേൻ്റെ ഒരു സാമ്പിളും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക സ്റ്റുഡിയോ ലൈറ്റ്, ഒരു ലൈറ്റ് ഞാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അത് മാത്രം നമ്മൾ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൻ്റെ റിമോട്ട്, ഇതിലൊരു ബട്ടൺ ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റും, സ്വിച്ച് ചെയ്യാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫോട്ടോൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാം. കണ്ടോ. അപ്പോൾ അതായത് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ക്യാമറ വരുന്നുണ്ട്, നല്ല നിങ്ങൾക്കായിരിക്കും. പിന്നെ ഇതിൽ 100x സൂം വരുന്നുണ്ട്, 10xൻ്റെ ഒപ്റ്റിക്കൽ സൂമും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് എന്താ പറയുക വീഡിയോയിലും ഉപയോഗിക്കാൻ പറ്റും. ആക്ച്വലി വീഡിയോയിൽ കാണാൻ നമുക്ക് ആക്ച്വലി ഉപയോഗിക്കാം. ഇത് പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് വലിയ ഫോണാണെന്നുള്ളൊരു പ്രോബ്ലം മാത്രമല്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ഇത് കേസൊന്നും ഇട്ടില്ലെങ്കിൽ ഈ സാധനം പിടിച്ചുകൊണ്ട് നടക്കാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ അത് സ്ലിപ്പറിയാണ്, പോരാത്തതിന് കെർവാണ് സൈഡിൽ. അപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കയ്യിൽ നിന്ന് ചാടിപ്പോകാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ കേസ് ഇട്ട് ഉപയോഗിക്കാൻ എന്തുകൊണ്ടും ബെറ്റർ. അതുപോലെ തന്നെ ടെമ്പർ ഗ്ലാസ് ആണെങ്കിൽ ടെമ്പർ ഗ്ലാസ് ഇടുമ്പോൾ ആക്ച്വലി ഡിസ്പ്ലേയിൽ പോയിട്ട് ഒരു സെറ്റിംഗ്സ് ഉണ്ട്, അത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യലോട്ടാ. ഞാൻ ആക്ച്വലി ഒട്ടിച്ചേക്കുന്ന ഒരു സ്ക്രീൻ കാർഡാണ്, മാറ്റ് ഫിനിഷ് സ്ക്രീൻ കാർഡാണ്. അപ്പോൾ ടെമ്പർ ഗ്ലാസ് ഞാൻ ഒട്ടിച്ചിട്ടില്ല. ചില ടെമ്പർ ഗ്ലാസ് ഒന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് കുറേ കംപ്ലൈൻറ്റ് സംഭവമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഉപയോഗിച്ചേക്കുന്നത് ടെമ്പർ ഗ്ലാസ് അല്ല, സ്ക്രീൻ കാർഡാണ് കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ഫോണിനും ടെമ്പർ ഗ്ലാസ് അല്ല, സ്ക്രീൻ കാർഡ് ഒട്ടിച്ചാണ്. നിങ്ങൾ നല്ല കേസ്, നല്ല ക്വാളിറ്റി കേസ്, ബ്രാൻഡഡ് കേസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പർ ഗ്ലാസ് അവോയ്ഡ് ചെയ്തിട്ട് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നിലത്ത് വീഴുമ്പോഴാണല്ലോ, കുത്തി വീഴുമ്പോഴൊക്കെയാണ് ഇത് ഡാമേജ് ആവുക. കുത്തി വീണാൽ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല, ടെമ്പർ ഗ്ലാസ് ഇടുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതുപോലത്തെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്, ടച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ എൻ്റെ ഏത് ഫോൺ എടുത്ത് നോക്കിയാലും ഞാൻ ഒട്ടിച്ചേക്കുന്നത് സ്ക്രീൻ കാർഡ് തന്നെയാണ്, മാറ്റ് ഫിനിഷ് സ്ക്രീൻ കാർഡാണ്. ഇപ്പോൾ ഐഫോണിലായിക്കോട്ടെ. പക്ഷേ എല്ലാത്തിനും നല്ല ബ്രാൻഡഡ് കേസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. സ്പീക്കറിൻ്റെയും അതുപോലെ തന്നെ റിംഗിൻ്റെ ഒക്കെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ 2024 ആക്ച്വലി S23 അൾട്രാ വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കിടിലൻ ഡീൽ തന്നെയാണ്. എന്തായാലും മിക്കതും ഇന്ന് കഴിഞ്ഞ് ചിലപ്പോൾ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്ന് തന്നെ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ നമ്മുടെ ബെസ്റ്റ് ബൈയിൽ ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കാൻ ഡ്രസ്സുകൾ നിങ്ങൾക്ക് അതുകൂടെ ഡയറക്റ്റ് വാങ്ങിക്കാം കേട്ടോ.
അപ്പോൾ നോക്കാൻ മറക്കണ്ട. പിന്നെ വേറെ കുറച്ച് എന്താ പറയുക പ്രോസും സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഒരു 6 to 7.5 റേഞ്ചിൽ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു 80% വരെ ചാർജിങ് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ആമസോണിലല്ല സാംസങ്ങിൽ വന്ന ഫീച്ചർ ആയിരുന്നു. അപ്പോൾ ഐഫോണിൽ വന്നിട്ടുണ്ട്, ലേറ്റസ്റ്റ് 18 iOS 18 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്യാമറ പെർഫോമൻസ് ആയാലും കിടിലൻ തന്നെയാണ്. പിന്നെ റാമിൻ്റെയും ഇതിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 12 GB 256 GB ആണ് വേരിയൻ്റാണ് വരുന്നത്. നിങ്ങൾക്ക് 512 വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ വീഡിയോസും സംഭവങ്ങളൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെടുത്തൊരു ഫോട്ടോൻ്റെ ഞാൻ സൈസ് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. നമ്മളിപ്പോൾ ഒരു സെൽഫി എടുത്തില്ലേ, അതിൻ്റെ സൈസ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം കേട്ടോ, എത്ര സൈസ് വരുന്നുണ്ടെന്ന്. 9 MB സൈസ് വരുന്നുണ്ട്. 9 MBയുടെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് 2 MB ആണ് കേട്ടോ. MB നമുക്ക് ആക്ച്വലി ഇതിൽ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ കുറേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ സെറ്റിംഗ്സ് ഒക്കെ അവിടെ മാറ്റാറുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ലൈവ് ഇഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബ്ലർ ചെയ്യാം. മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. റീമാസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് നമുക്ക് റീമാസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ക്യാമറ സെൻസറിലാണെങ്കിൽ നമുക്ക് 12 മെഗാപിക്സലിൻ്റെ ഫോട്ടോ എടുക്കാം, 50 മെഗാപിക്സലിൻ്റെ ഫോട്ടോ എടുക്കാം, 200 മെഗാപിക്സലിൻ്റെ ഫോട്ടോ എടുക്കാം. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും, കണ്ടോ ഇവിടെ 12 ആണെങ്കിൽ കണ്ടോ, അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കണ്ടോ 12, 50, 200. ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത് 200 മെഗാപിക്സലൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സൈസും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 512 എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നിങ്ങൾക്ക് ലോങ് യൂസ് ഒക്കെ ആണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല സൈസ് വരുന്ന എന്താ പറയുക മെമ്മറി വരുന്ന എടുക്കുകയാണെങ്കിൽ. റാം ഇഷ്യൂ ഒന്നും വരില്ല. എന്ന് വെച്ചാൽ 12 GB മിനിമം വരുന്നുണ്ട്. അതുകൊണ്ട് റാം ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഒരു 3 to 4 GB ഫ്രീ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ എന്താ പറയുക ഫോൺ എടുക്കാമെന്ന് തന്നെയാണ് പറയുള്ളൂ. S23 അൾട്ര 2024 എന്തായാലും 2024 അവസാനിക്കാറായി. എന്നാലും ആക്ച്വലി എടുക്കാൻ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. എന്താ വെച്ചാൽ S24 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ വലിയ ഡിഫറൻസും സംഭവങ്ങളൊന്നും ഇല്ല. ആ ഫ്ലാറ്റ് ഡിസ്പ്ലേ എന്നല്ലാണ്ട് പിന്നെ ലേറ്റസ്റ്റ് പ്രൊസസ്സർ വന്നതല്ലാണ്ട് വലിയ ചേഞ്ചസും സംഭവമൊന്നും വരുന്നില്ല. S25 അൾട്ര ആകുമ്പോഴും എനിക്ക് തോന്നുന്ന ക്യാമറ സംഭവങ്ങളൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ ഇനി ഇവർ ഓൾറെഡി എന്ന് പറയുന്ന 200 മെഗാപിക്സലിൻ്റെ സെൻസറും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയും മുകളിലേക്ക് കയറാനുള്ള സാധ്യത ഇപ്പോൾ നമ്മുടെ വിവോൻ്റെ X200 Proയിൽ വന്നേക്കുന്ന 200 മെഗാപിക്സലിൻ്റെ ഈ സാംസങ് സെൻസർ തന്നെയാണ്. അപ്പോൾ ഇനിയും അതിൻ്റെ മുകളിലേക്ക് മെഗാപിക്സൽ കൂട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ചിലപ്പോൾ ഇനി കുറയ്ക്കാനേ ചാൻസ് ഉള്ളൂ. പിന്നെ നമുക്ക് ബാറ്ററി ചിലപ്പോൾ ഒരു 6000 mAh ആവാനുള്ള ചാൻസ് ഉണ്ട് S25 അൾട്രയിൽ. ഡിസ്പ്ലേയും എനിക്ക് തോന്നുന്നത് രണ്ടും വലുതാക്കാൻ ചാൻസ് ഇല്ല. ഇത് തന്നെ അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ചിലപ്പോൾ ഇമ്പ്രൂവ് കൂടിയേക്കാം. പക്ഷെ പറയാൻ പറ്റില്ല, ചാൻസ് കുറവാണ് സാംസങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വലിയ ഡിഫറൻസ് അതിനും വരാനില്ല. അപ്പോൾ എന്തായാലും പ്രൈസ് അതിന് എന്തായാലും നോർമലിനെക്കാട്ടും കൂടുതലായി. എന്താ വെച്ചാൽ സ്നാപ്ഡ്രാഗൺ X വരുന്ന എല്ലാ ഡിവൈസുകൾക്കും പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിയൽമിയുടെ ഫോൺ വരുന്നത് തന്നെ 50,000 മുകളിൽ വരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാംസങ്ങിന് നമ്മൾ നോർമലി ഇറക്കുന്ന S24 അൾട്രേനെക്കാട്ടും കൂടുതലായിരിക്കും ബൈയിങ് പ്രൈസ് ഇനീഷ്യലി വരാൻ പോകുന്നത്. അപ്പോൾ പുതിയ ഫോൺ ഇറങ്ങിയിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക്, ബഡ്ജറ്റ് ഇഷ്യൂ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് എന്തായാലും ഇത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ടെലിഗ്രാം പേജിൻ്റെ ലിങ്ക് കാലൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ബൈ.